ഗൈസ് നമ്മള് രഞ്ജിക്ക് മാത്രം ഉപ്പിട്ട ചായ ആക്കി കൊടുക്കാന്നാണ് ഇന്ന് പ്ലാൻ അല്ലേ? അവിടെ ഇരുന്നായിരുന്നു എനിക്കും അതന്നെ കിട്ടിയത്. അപ്പൊ ഒരാൾക്ക് മാത്രം നമ്മൾ ഉപ്പിട്ട ചായ കൊടുക്കും, എന്നിട്ട് നമ്മൾ അവരെ പറ്റിക്കാനാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ പറഞ്ഞ പോലെ അതാ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അതാണ് രഞ്ജിക്ക് കൊടുക്കാൻ പോകുന്നത്. മതി 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 മതി. നമ്മൾ ഉപ്പിട്ട ചായ ഉണ്ട്, ഉപ്പിട്ട കോഫി കുറച്ചും കൂടെ ഒഴിക്കാനുണ്ട്. ഇതിന്ന് എടുത്തോ. നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടി പോവാണ്. രഞ്ജിനാണ് നമ്മൾ പറ്റിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഹലോ ഗായ്സ്, എന്താ ആജാ കൂജാന്ന് ഗൈസ്. നമ്മള് ഇന്ന് എന്താ ആദ്യ പരിപാടി? ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. നമ്മള് ഒരു സ്ഥലം വരെ പോവാ. അപ്പൊ പോയിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചായ സ്പോട്ട്. അങ്ങനല്ല, ചായ സ്പോട്ടൊന്നല്ല, നമ്മളെ ഫ്രണ്ട്സിന്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്. അപ്പൊ അവരുടെ അവിടെ പോയിട്ട് നമുക്ക് ചായ കുടിക്കാന്നാണ് പ്ലാൻ. ചായക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു. അപ്പൊ അത് സഡൻ ആയിട്ട് ഒരു പ്ലാൻ, ഇന്ന് ഈവനിങ് നമുക്ക് അവിടെ മീറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞു. ആർക്കും ഒരു പണിയില്ലെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും മീറ്റ് ചെയ്ത് കുറച്ച് കഥ പറയാ, വൈബടിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ ചിൽ മൈൻഡാണ് ഗൈസ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പോകുന്നത്. കുറച്ച് പേര് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിത് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവല്ലേ നീ? അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി. ഫുള്ള് ചില്ലിങ് ആണ്. നമ്മൾ വീക്കെൻഡ് ചില്ല് ചെയ്യാൻ പോകുന്നത്. എന്റെ പെർഫ്യൂം ഒന്നും തരൂല കേട്ടോ. ഓ, ഒരെണ്ണം മതി. അത് ഒരു പെർഫ്യൂം അടിക്കുന്നത് നല്ലത്. സത്യം പറഞ്ഞാൽ രണ്ടെണ്ണം മിക്സ് ചെയ്ത് രണ്ടിന്റെ സ്മെല്ല് അലമ്പായി പോവും. അങ്ങനെയാണ് സാധാരണ. അല്ല, അങ്ങനെ അടിക്കല്ലേ രണ്ട് പെർഫ്യൂം. ആണോ? ഇവിടെ എന്താ കണ്ണില് ഇവിടെ എന്തോ വച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയോ അടിച്ച് കയറ്റിട്ടുണ്ട്. പക്ഷെ നേച്ചർ ലുക്ക് അത് നീ വേറെ ലെവലാണ്. പൊങ്ങിയോ? ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. നമുക്ക് വേഗം പോവാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി വൈബാക്കാം. വേറെ കുറച്ച് പരിപാടീസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടോണ്ടിരിക്കും ഗൈസ്, അല്ലേ? മതി മതി മതി. വയറുവേദന ചാടല്ലേ? അത് വണ്ടി എടുക്കാൻ പോകണോ? എന്നാ എടുക്ക്. അപ്പുറത്തെ സീറ്റിലിരിക്കുള്ളൂ അല്ലേ? എപ്പോഴായിരിക്കും നീ വണ്ടി എടുത്ത് ഞാൻ കാണുക? സ്റ്റൊമക് പെയിൻ. അതെ, കുറച്ച് ഓഫ് ആയിരിക്കും ഗൈസ്. അപ്പൊ അത്ര അവള് ഓഫ് ആയതുകൊണ്ട് ഞാൻ ഫുൾ ഓൺ ആയിക്കോളാം. വാ പോവാ. നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടുത്തെ ചുറ്റത്തുവര സീപോർട്ട് എയർപോർട്ട് റോഡ്. ഇവിടുത്തെ മെട്രോ ഇതാ ഇവിടെ ഫുള്ള് കുത്തി പൊളിച്ചു ഗൈസ്. ഇപ്പോൾ ഒരു വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. നേരത്തെ 2 വണ്ടിക്ക് പോകാൻ പറ്റുമായിരുന്നില്ല. ഇത് പിടിച്ചേ. ബട്ട് ഇപ്പോൾ ഒരു വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ അവസ്ഥ ഇപ്പൊ കുറച്ച്. അപ്പൊ നാളെയൊക്കെ ബ്ലോക്ക് ആവില്ലേ റോഡ്? പക്ഷെ നാളെ നമ്മൾ ഓഫീസിൽ പോകാനൊക്കെ ബ്ലോക്ക് ആവും കേട്ടോ ഈ റോഡ്. അല്ലെങ്കിൽ നമ്മൾ മറ്റേ റൂട്ട് അതിലേക്കൂടെ നേരെ ഇൻഫോ പാർക്ക് ചടന്ന് മറ്റേ റൂട്ട് പോകേണ്ടി വരും. ഇങ്ങോട്ടേക്ക് അതിലേ പോകേണ്ടി വരും. യെസ്. അപ്പോൾ കൊച്ചിയിലെ മെട്രോന്റെ പണി തകൃതിയായി നടക്കുന്നുണ്ട്. ഇൻഫോ പാർക്ക് സൈഡിൽ മെട്രോ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നല്ല എക്സ്പ്രസ് വേ ഒക്കെ ഓപ്പൺ ആയി കിട്ടും. അത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഓഫീസിലേക്ക് ബ്ലോക്കിലാണ്ട് പോകാൻ പറ്റുമെന്നാണ് ഒരു വിചാരം. പിന്നെ നമ്മളെ ഫ്ലാറ്റിലേക്ക് നമുക്ക് കൊച്ചിയിൽ കറങ്ങണമെങ്കിൽ നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് നടന്നു വന്ന് മെട്രോയിൽ കയറി കൊച്ചി കറങ്ങാൻ പറ്റും. നമ്മൾ കൂടുതൽ വണ്ടി എടുത്ത് കറങ്ങണമെന്നില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഈസിലി ആക്സസബിൾ ആവും മെട്രോ. ഈ കാക്കനാടിൽ എല്ലാവർക്കും ഈസിലി ആക്സസബിൾ ആവും. നമുക്ക് ആക്ച്വലി വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ കാക്കനാട് മെട്രോയിലേക്ക് അല്ലേ? അതെ, ഇവിടെ ചിറ്റേത്തരായിരിക്കും മേ ബി, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും വരുമായിരിക്കും മെട്രോ സ്റ്റേഷനിൽ വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഏരിയയിലുണ്ടായിരിക്കും. ഇതാണ് ഇൻഫോ പാർക്കിലെ വീക്കെൻഡ് അവസ്ഥ ഗൈസ്. എന്താന്ന് ഒരാളുണ്ടാവില്ല ഈ റോഡില്. അല്ലെങ്കിൽ ഇതേ സെയിം സാധനം വീട്ടിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. ഇന്ന് ഭയങ്കര കാമായിട്ടിരിക്കുന്നു. ഒരു പ്രത്യേക ഫീലുള്ള ഭയങ്കര കാമായിട്ട് ഒന്നും ഇല്ല, നല്ല സമാധാനമായിട്ട് നമുക്ക് ഫുൾ റോഡ് എടുത്ത് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. നാളെ രാവിലെ ആകുമ്പോ ഇവിടെ കടന്ന് ഓണടി ഉണ്ടാവില്ല, പൊടിയും പുകയൊക്കെ അടിച്ച് ഭയങ്കര തിരക്കിട്ട് എങ്ങനെയും എത്തണമല്ലോ, ഓഫീസിൽ പോണമല്ലോ, പണി തിരക്ക് ഭയങ്കര വർക്ക് തിരക്ക്. ഇന്ന് തീർത്തിട്ട് ഇറങ്ങണം. എന്തൊക്കെ തോട്ടായിരിക്കും അല്ലേ? വേഗം പോണം, കേറണം, ഇന്ന് തീർക്കണം, ഇറങ്ങണം, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോണം. ഫുള്ള് ടാസ്കാണ്.
ഫുള്ള് ഒരു ഭയങ്കര ഒരു വേറെ വീട്ടിലെ കാര്യം പേഴ്സണൽ കാര്യം എന്തൊക്കെയോ ആലോചിച്ചിട്ടാണ് നമ്മൾ ഒരു ദിവസം ഓഫീസിലേക്ക് വരുന്നത്. മോർണിംഗ് വെരി കോംപ്ലിക്കേറ്റഡ്. നമുക്ക് ജിമ്മിൽ പോകണം, എന്തൊക്കെ ടാസ്ക് അല്ലേ. ചിലർക്ക് വണ്ടി പിടിക്കണം, വൈകിട്ട് ബസ് കയറണം, അങ്ങോട്ട് പോകണം, പിന്നെ രാത്രി ഫുഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഫുഡ് പുറത്തുനിന്ന് കഴിക്കണം, എന്ത് ചെയ്യണം, ഓരോ ചിന്ത, വീഡിയോ എഡിറ്റ് ചെയ്യണം, അല്ലാണ്ട് വർക്ക് തീരാത്ത വർക്ക് ഉണ്ടാവും, അത് തീർക്കണം. അങ്ങനെ ഫുൾ ഓഫ് എന്താ പ്രശ്നങ്ങളാണ്. വീക്ക് ഡേ ആവുമ്പോ സൺഡേ ആയതിന്റെ നല്ല സമാധാനമുണ്ട്. ഇന്ന് നാളെ രാവിലെ തൊട്ട് ബാക്ക് ടു ഫ്രഷ് ലൈഫ്. അജുമോനെ വാ, വന്ന് വണ്ടി കയറടാ. കുട്ട വന്ന് വണ്ടി കേറ് മോനെ. സണ്ണൊക്കെ സെറ്റായി, സണ്ണ് സെറ്റായി. നീ ഇങ്ങനെ നടന്നോ? സൈഡിൽ കൂടെയാണ് നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്നത് ഗൈസ്. നിന്റെ സൈഡില് ഫുൾ പച്ചപ്പടാ. നമ്മൾ ഇത് എടച്ചിറയിൽ അകത്തേക്ക് കയറുന്ന റോഡാണ്, പൂക്കാട്ട് വഴി അങ്ങോട്ടേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു വീടിന്റെ ഒരു സ്ട്രക്ചർ, അതിന്റെ ഇടയിൽ കൂടെ നമ്മളൊരു റോഡ്, ഒരു ചെറിയ റോഡാട്ടോ. ചെറിയ ചെറിയ നാട്ടിൻപുറത്തെ റോഡ് പോലെ ചെറിയ റോഡ്. നമ്മൾ വന്നേക്കുന്നത് എവിടെയാണെന്നറിയോ? ഇതാണ് നമ്മൾ പറഞ്ഞ വീട്, പൂമണിയുടെ വീട്ടിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ഇത് വെള്ളം ഒഴിക്കുന്ന പോലെ അഭിനയിക്കുന്നതാണ് ഗൈസ്. ഇത് ഒരു പണിയില്ല, വെറുതെ കുറച്ച് ചെടി വാങ്ങിച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പൂമണിയുടെ വീട്ടിലാണ് നമ്മൾ കൂടുന്നത്. വെള്ളം എടുത്തിട്ട് പോവാം. പിന്നെ പൂമണി ഫ്ലവേഴ്സാ, യെല്ലോ കളർ ലൈറ്റ്, എന്തൊക്കെയോ ലൈറ്റ് ഇടാൻ പറഞ്ഞു പൂമണി. കുറച്ച് ഫ്ലവേഴ്സ് ആൻഡ് ഇത് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തൊക്കെയാന്ന് പൂമണി എടുത്ത് നമുക്ക് പതിയെ ചോദിക്കാം. ഇത് പൂമണിക്ക് അറിയില്ല ചിലപ്പോ. നമുക്ക് ഇന്ന് ഹോം ടൂർ ആണ്. നമ്മുടെ പൂമണിയുടെ വൃത്തിയില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണിച്ചു തരാം. പൂമണി എന്താ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പൂമണി ഓക്കെ, ഇവിടെ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടോ? എല്ലാരും കൂടിയിട്ടുണ്ടോ? എന്തത്? മെയിൻ ഇൻഫ്ലുവൻസർ ആണ് അവിടെ ഇരിക്കുന്നത്, വളർന്നു വരുന്ന ഇൻഫ്ലുവൻസർ റെഞ്ചി. NCH എല്ലാരും ഫോളോ ചെയ്യാ. ഏതാ സബ്സ്ക്രിപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇപ്പൊ പറയില്ലേ? കുറച്ചു മുമ്പ് എന്തൊക്കെ ആയിരുന്നു? ഐഡി തരാന്നോ? ഓ ശരി. എന്നാ ഞങ്ങൾ കൊളാബ് ചെയ്യാട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ലിങ്ക് കൊടുക്കാം. റെഞ്ചി ഫ്ലൈ ഹൈ ആണ്. ഇല്ലേ, ഫ്ലൈ ഹൈ ഇല്ല, ഇനി തളർത്തി റെഞ്ച് ആണ്. ഷോർട്ടായിട്ട് റെഞ്ച് ആണ്. നമ്മള് പൂമണിയുടെ കിച്ചൺ ടൂർ ആണ് കാണാൻ പോകുക. അതിനു മുമ്പ് കിച്ചണിൽ കയറുന്ന മുമ്പ് ഒരു ഡൈനിങ്ങിൽ ഒരു സോഫ ഇട്ടിട്ടുണ്ട്, എന്തിനാന്നറിയില്ല. അത് നമുക്ക് പൂമണിയുടെ അടുത്ത് ചോദിക്കാം. കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കിടന്നൊക്കെ കഴിക്കാൻ പറ്റുന്ന പറയുന്നത്. പുതിയ ട്രെൻഡാണ്, ടേബിളൊക്കെ ഒഴിവാക്കി സോഫയിൽ ഇരുന്ന് കഴിക്കുന്ന ട്രെൻഡാണ് പൂമണി കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ പൂമണിയുടെ കിച്ചണിൽ വന്നാൽ ഇവിടെ ഒന്നും ഇല്ല, സത്യം പറഞ്ഞ എല്ലാം വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. അതെ, ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പൊ പൂമണി അത് എഡിറ്റ് ചെയ്യാം. പൂമണി ചായ ആക്കാൻ പോകുന്നത് നമുക്കിപ്പോ. ചായ ആണോ കോഫി ആണോ? ഗൈസ്, നമ്മള് റെഞ്ചിക്ക് മാത്രം ഉപ്പിട്ട ചായ ആക്കി കൊടുക്കാന്നാണ് ഇന്ന് പ്ലാൻ, അല്ലേ? അപ്പൊ ഒരാൾക്ക് മാത്രം നമ്മൾ ഉപ്പിട്ട ചായ കൊടുക്കും, എന്നിട്ട് നമ്മൾ അവരെ പറ്റിക്കാനാണ് നമ്മുടെ പ്ലാൻ, അല്ലേ? ആ ഗ്ലാസ് ലാസ്റ്റ് കൊടുക്കാം. റെഞ്ചി കുടിച്ചിട്ട് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. രഞ്ജി പറയുക നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയും ചിലപ്പോ. മുഖത്ത് തുപ്പിട്ട് ഒറ്റ തുപ്പായിരിക്കും. നമുക്ക് എന്നാ പൂമണി വാങ്ങിച്ചു വെച്ചേക്കുന്നേ? என்ன பூமணி மொட்டை ட்ரே மட்டும் தான் இருக்கு. ஃப்ரெஷ்ஷா இருக்கு, ஃப்ரிட்ஜ்ல வச்சிருக்கேன். ஃப்ரிட்ஜ்ல இருக்கு. പൂമണി മിൽക്കി മിസ്റ്റിന്റെ കേർഡില് എന്തോ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്താന്ന് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യുക. നോക്കേണ്ടി വരും തോന്നുന്നു. ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ ഫ്രിഡ്ജിൽ എല്ലാം വെക്കും. അതെ, രഞ്ജിയാണ് ഇന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏറ്റു നടത്തുന്നത്. ഇതെന്താന്ന് മനസ്സിലായില്ല. ഇത് അവിടെ വെച്ചാൽ മതി. ഇതെന്താന്ന് മനസ്സിലായില്ല.
അതെന്താ ഓക്കെ കുറച്ചെടുത്തേക്കാം. ചായ ആക്കാൻ വേണ്ടി ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ സാധനം ഇടാൻ പോകുന്നു. Sponsored by Gold Edition ആണ്. So collaboration ഞങ്ങൾ പെയ്ഡ് കൊളാബേ ചെയ്യുള്ളൂ. paid collaboration വേണ്ടിട്ട് ഇത് പറ്റൂല. ഞങ്ങൾ കൊളാബ് ഇത് ഒരു ബ്രാൻഡിനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യൂല ഞങ്ങളുടെ വീഡിയോയില്. നമ്മൾ പറഞ്ഞ പോലെ അതാ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അതാണ് രഞ്ജിക്ക് കൊടുക്കാൻ പോകുന്നത്. മതി 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 ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഇടും. പക്ഷെ ഇതെടുത്ത് നമ്മൾ അവള് കഴിച്ചു നോക്കിയിട്ട് പറയും എന്താ ഇതിന്റെ ടേസ്റ്റ്. ചിലപ്പോ അവർക്ക് പുതിയൊരു ചായ എടുത്ത് തോന്നും. നമ്മുടെ കോഫി ആയിട്ടുണ്ട്. ഈ അങ്കിള് ഓ ഓ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ഗായ്സ്. ഇത് നമ്മൾ ഇനി ഇതിലായിട്ട് അടിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആവും. ആ ശരിമാ ഇനിയല്ലേ ഇംപ്രസ് ചെയ്യേണ്ടത്. ഇതെന്ത് കുടിച്ചോ പോണി. സൂപ്പറാണോ? വേറെ ലെവൽ. യാ സൂപ്പർ ഗൈസ്. നല്ലൊരു ഫിൽട്ടർ കോഫി. നമ്മളിപ്പോ മറ്റേ പരിപാടി നമ്മൾ പറഞ്ഞത് അത് ഒഴിക്കും കുറച്ച് ഗൈസ്. നമ്മൾ ഉപ്പിട്ട ചായ ഉണ്ട്, ഉപ്പിട്ട കോഫി. ഇത് കുറച്ചും കൂടെ ഒഴിക്കാനുണ്ട്. ഇതിന്ന് എടുത്തോ, ഏതിനും എടുത്തോ. പാല് മറ്റേ പാല് ഗൈസ്. നമ്മൾ എടുത്തു വന്നപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി. എന്നാലും നമ്മളതൊന്ന് സെറ്റ് ചെയ്യാം. നമ്മളത് കുടിച്ചു നോക്കി. ഭയങ്കര സീനായിട്ട്. എന്താ ഞാൻ കൊടുത്ത ശരിയായില്ല. ബാബാ കൊടുത്തു. നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടി പോവാണ്. രഞ്ജിനാണ് നമ്മൾ പറ്റിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അയ്യോ കിട്ടി കുടിക്കൂ. അല്ല പൂമണി ആക്കിയത് എനിക്കറിയായിരുന്നു അവിടെ ഇരിക്കുന്നത്. ചൂടാ ആര് എല്ലാവർക്കും ഉണ്ട്. ആ നല്ല ആര് ഉപ്പിട്ട് നല്ല ഉപ്പും നല്ല ഉപ്പോ ഉപ്പൊന്നും ഇല്ലല്ലോ. നല്ല കോഫി അതിലുണ്ടോ? അതെ ഗൈസ്, ഇപ്പോൾ ട്രിപ്പിന്റെ ഡിസ്കഷൻ ആണ് ഇവിടെ നടക്കുന്നത്. നമുക്കൊരു ട്രിപ്പ് പോകണമെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകണമെങ്കിൽ ആദ്യം എന്താ പ്ലാൻ ചെയ്യണം അല്ലേ? പ്ലാൻ ചെയ്യാണ്ട് പോകുന്ന ട്രിപ്പാണ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് അല്ലേ? നമ്മൾ ലാസ്റ്റ് ടൈം പ്ലാൻ ചെയ്യാണ്ട് പോയത് ഞങ്ങൾ ലാസ്റ്റ് ടൈം മൂന്നാർ നല്ല അടിപൊളിയായിരുന്നു, വൈബായിരുന്നു. ഫൈനലി ഞങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് നടക്കുമോ നടക്കില്ല എന്ന് ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. അല്ലെങ്കിൽ ഇത് നടക്കുമോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ട് പറയാം. നടന്നാൽ ആ വ്ളോഗിൽ പറയാം. നടക്കുന്ന വ്ളോഗിൽ ഞാൻ പറയാം. നടത്തുവോ? ഇത് നടത്തിയിരിക്കും. ഇവിടെ ഉള്ളവരൊക്കെ അല്ലേ ഓക്കെ അല്ലേ? ഇനി ബാക്കിയുള്ളവരുടെ അടുത്ത് ചോദിക്കാം. ബാക്കിയുള്ളവർ വന്നാലും വന്നില്ലല്ലോ അന്നത്തെ ദിവസം നമ്മൾ പോയിരിക്കും. ഓരോരുത്തർക്ക് എല്ലാവർക്കും ഒരു വേർഡ് ഉണ്ടാവും. ഒരാൾക്ക് മാത്രം ഒരു ഡിഫറെന്റ് വേർഡ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മളെല്ലാരും അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വേർഡ് അതിന്റെ റിലേറ്റഡ് ആയിട്ട് കാര്യം പറയണം. ഒരാൾക്ക് മാത്രം ഇമ്പോസ്റ്റർ കിട്ടും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആപ്പിൾ, രഞ്ജിക്ക് മാത്രം വേറെ എന്തെങ്കിലും സാധനം ഇമ്പോസ്റ്റർ അല്ലെങ്കിൽ ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ഈ ആപ്പിൾ കഴിക്കാൻ പറ്റും, കളർ ഇതൊക്കെ നമ്മൾ പറയും അതിന്റെ എന്തെങ്കിലും റിലേറ്റ് ചെയ്ത സാധനം. അപ്പൊ രഞ്ജി ഇമ്പോസ്റ്റർ എന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടി ഇതിന്റെ കൂടെ പിടിച്ച് പറയണം. നിന്നെ കണ്ടുപിടിക്കാൻ പാടില്ല. ഇമ്പോസ്റ്റർ ആരാന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി രഞ്ജി എന്ന് പറഞ്ഞാൽ ഞാൻ രഞ്ജിത് പറയും. അപ്പൊ നീ പെട്ടു. അപ്പൊ നീ തോറ്റു. അതെ, കണ്ടുപിടിക്കരുത്. ഗൈസ്, ഞങ്ങൾ ഇമ്പോസ്റ്റർ ഗെയിം കളിക്കാൻ പോകുന്നു. ആദ്യത്തെ ഇമ്പോസ്റ്റർ ആരാന്ന് നമുക്ക് ഇപ്പൊ നോക്കാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് വേർഡ് വരും. അത് കഴിഞ്ഞ് ഹൈഡ് ആൻഡ് പാസ് കൊടുത്താണ്. ഇങ്ങോട്ട് എങ്ങനെയാണ് പോകുന്നത്? ഓക്കെ, കണ്ണാടി വെച്ചിട്ടാണ്. ഏയ് പൂമണി. കിട്ടി. ആദ്യം നമ്മള് നീ ഏതാ പറഞ്ഞ? പെന്ന്, ടേബിൾ,
പേപ്പർ ഡെവലപ്മെന്റ് ആണ് ആള്. അപ്പൊ നമ്മുടെ വേർഡ് എന്താണെന്ന് അറിയാലോ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്താ ഓക്കെ. ആ ഓക്കെ ഓക്കെ. പിന്നെ ബാഗ്, എക്സാം, ലാപ്പാ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ അടുത്ത റൗണ്ട് പോണോ? ഗസ് ആണോ? ഞാനില്ല. അല്ലേ? ഓ, എന്താ വന്നേ? ഓ, ഇല്ല, ഞാനില്ല. ആ വാക്ക് പോലും ഇല്ല. ഇമ്പോസ്റ്റർ ഇല്ലല്ലോ. ഞാനില്ല. അന്നാ അല്ല അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് പോവാന്ന്. ഗൈസ് നമ്മള് ഒരാളെ ഗസ് ചെയ്തു, പക്ഷെ ആളല്ലതാ പറയുന്നത്. പൂമണി അത് അതിന്റെ ഇതാണ്ടാ സോറി. ആ ബാക്കി സോറി. ആ എന്റെ പേപ്പർ ബാഗിൽ എന്നടാ? കറക്റ്റ് നീ പറഞ്ഞ ശരിയാ. നിനക്ക് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായാ മതി. ഗൈസ് ഫസ്റ്റ് ഇമ്പോസ്റ്റർ ഇതാണ് ആള്. പെട്ടിരിക്കുന്നു. കുറച്ചേരം പിടിച്ചു നിന്നു, പക്ഷെ നടന്നില്ല. പിടിച്ചു നിന്ന്. ഞാൻ അടുത്ത റൗണ്ടാണ് ഗൈസ്. അപ്പൊ ഞങ്ങള് പോവാ ഗൈസ്. ബൈ. അപ്പൊ അടുത്ത മീറ്റിംഗിൽ കാണാം. ബൈ. ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. കഴിച്ചിട്ട് പോകുന്നു. അതെ, അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നു ഗൈസ്. നമ്മള് ഫ്ലാറ്റിലെത്തി. നമ്മളെ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ ഫ്ലാറ്റിലെത്തി. നല്ല വിശപ്പാണ് ഗൈസ്. അല്ലാതെ വിശക്കുന്നില്ലേ? നമ്മളതാ ഫുഡ് ആക്കി ഉടനെ കഴിക്കാന്നാണ് നമ്മുടെ പ്ലാൻ. ചപ്പാത്തി നമ്മുടെ ഫ്രിഡ്ജിലുണ്ട്. വേറെ ഒന്നും ഇല്ല നമ്മുടെ ചപ്പാത്തി. ഒരു പാക്കറ്റ് ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. ചപ്പാത്തി ചിക്കൻ കറി ഉണ്ട്. അതാ പറഞ്ഞ ചപ്പാത്തി കഴിക്കാന്നാണ് പ്ലാൻ. അപ്പൊ ചപ്പാത്തി 2 ചുട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറിയും വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി ഇരുന്ന് ഡിന്നർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഇനി പ്രോട്ടീൻ ആയിട്ടില്ലെങ്കിൽ ചിക്കൻ കറിന്റെ ചിക്കൻ അതാണ് പ്രോട്ടീൻ. ചിക്കൻ നമ്മൾ കുറച്ച് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ സെറ്റാണ്. എനിക്ക് നല്ല വിശപ്പായി, തലയൊക്കെ കിറങ്ങുന്നു. ചൂടും നല്ല ചൂടാട്ടോ. എന്തോ യോഗട്ടിൽ ഒഴിച്ചു വെച്ചേക്കുന്നത്? ഹണിയാ? ഹണിയൊക്കെ ഒഴിച്ചിട്ട് യോഗട്ട് കഴിക്കുവോ? നമ്മളെ ഫുഡായിട്ടുണ്ട് ഗൈസ്. നമ്മൾ കഴിക്കാൻ പോകുന്നു. എന്താ ഇത് കുടിക്കുന്നേ? വാട്ടർ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഗൈസ്. അല്ല ഫുഡ് കഴിച്ചിട്ട് കാണാം. നമ്മൾ ചിക്കൻ ചപ്പാത്തിയാണ് ഇന്നത്തെ ഡിന്നർ. അതിനിടയ്ക്ക് അവൻ ഒരു 100 ഗ്രാം യോഗട്ടും കൂടെ അകത്താക്കി. അതെ, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു യോഗട്ടും കൂടെ കഴിച്ചു. എനിക്ക് വിശന്നിട്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അതുകൊണ്ടാ ഉപ്പൊന്നും നോക്കിയിട്ടില്ലായിരുന്നു, പക്ഷെ ഓക്കെ ആണ്. ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കാണ്. അതെ, എല്ലാം സെറ്റായി. ഇനി നമ്മൾ ഉറങ്ങാല്ലേ? ഉറങ്ങാൻ പറ്റുമോ? നീ അടുത്ത് എന്തെങ്കിലും പണിയുണ്ടോ? ഇനി ഒന്ന് കുളിച്ചിട്ട് നമ്മൾ ഉറങ്ങാം. അതെ, നമുക്കിനി കുളിച്ചിട്ട് കിടന്നുറങ്ങാം. ഇന്നത്തെ ദിവസം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈവനിങ് ഇറങ്ങി ഇതെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ എത്തി. എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഉണ്ട് അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ വീഡിയോ ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ അടുത്തൊരു നല്ല വ്ലോഗായിട്ട് കാണാം. ഓക്കെ, ബൈ ഗൈസ്.